നമസ്കാരം. ഞാനിവിടെ ഇവിടെ ചോദിക്കാൻ ഇന്നുള്ളത് വണ്ണപ്പുറത്തിനടുത്ത് മുള്ളരിങ്ങാട് എന്ന സ്ഥലത്താണ്. ഈ മുള്ളരിങ്ങാട് കാട്ടാന ഭീതി കൊണ്ട് ആകെ ആശങ്കയിലാണ് ഈ പ്രദേശവാസികൾ. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇവിടെ ഒരു യുവാവിനെ കാട്ടാന ചവിട്ടിക്കൊന്നിരുന്നു. അതിനുശേഷം ഭീതിയിൽ തന്നെയാണ് ഈ പ്രദേശം മുഴുവൻ. ഇപ്പോൾ ഇവർ ആന നാട്ടിലേക്ക് ഇറങ്ങാതെ രാത്രി ഉറക്കം വിളിച്ചിരുന്ന് തീയും കൂട്ടി പടക്കവും പൊടിച്ചും മറ്റും കാവലിരിക്കുകയാണ് പ്രദേശവാസികൾ. ഈ കാട്ടാന വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ പ്രദേശത്ത് വനാതിർത്തി വേർതിരിക്കുന്ന ഫെൻസിങ്ങിന് സമീപം കാട്ടാനകൾ നിലയുറപ്പിച്ചിരിക്കുന്നതാണ് ഈ പ്രദേശവാസികളെ ഭീതിയിലാക്കിയിരിക്കുന്നത്. ഏതു സമയം ഈ ഫെൻസിങ് കടന്ന് ഇവിടേക്ക് ആനകൾ എത്തുമെന്നതാണ് ജനങ്ങളുടെ ഭയം. ഈ മേഖലയിലെ ജനങ്ങൾക്ക് രാത്രി കിടന്നുറങ്ങുവാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണുള്ളത്. ഇതേക്കുറിച്ച് കാവലിരിക്കുന്ന ഈ പ്രദേശവാസികളോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. ഇതിപ്പം എന്ന് പറഞ്ഞാൽ ഒരു 2 മാസമായി ഞങ്ങൾ കാവൽ കിടക്കണം. 2 മാസം മുന്നേ ഞങ്ങൾക്ക് ഈ ആന ഇപ്പറയായിരുന്നു, ഈ ഫെൻസിങ്ങിൻ്റെ ഇപ്പുറത്തായിരുന്നു കിടന്നത്. അപ്പം ഇതുങ്ങളെ ഓടിച്ച് അപ്പുറത്തേക്ക് കടത്താനുള്ള പെർമിഷൻ കിട്ടി. അങ്ങനെ ഞങ്ങൾ ഇതിനെ ഓടിച്ച് ഇപ്പുറത്ത് കടത്തി. അപ്പോൾ തിരിച്ച് ഇവർ 15 ദിവസത്തിനുള്ളിൽ കയറ്റി വിട്ടോളാം എന്നൊക്കെയാണ് കുറച്ച് നേരം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇതുവരെ ഒരു തീരുമാനമൊന്നും ആയില്ല. ഇതിൻ്റെ ഇടയ്ക്കാണ് മറ്റേ പയ്യനെ, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പയ്യനെ മരിച്ചത്. പിന്നെ അതായി എന്നാലും ഞങ്ങളിവിടെ കാവലിരിക്കുക. ഇപ്പോഴും ഒരാന ഓൾറെഡി ഇവിടെ ഉണ്ട്, ഇതിൻ്റെ ഭാഗത്തുണ്ട്. ബാക്കിയുള്ളതിന് കടന്നു പോരായിരിക്കാൻ വേണ്ടി ഞങ്ങളിങ്ങനെ പ്രതിരോധം ചേർത്തുകൊണ്ടിരിക്കുക. ഇത് ഓൾറെഡി ഫോറസ്റ്റ് അല്ല, ഇത് വെച്ച് പിടിപ്പിച്ച മരങ്ങൾ അതിനകത്തുള്ളൂ. ഈ തേക്കാണെങ്കിൽ വെച്ച് പിടിപ്പിച്ച പ്ലാന്റേഷനാണ് ഇത്, അല്ലാണ്ട് തിക്ക് ഫോറസ്റ്റ് അല്ല ഇത്. അപ്പോൾ അതിൻ്റേതായ ഒരു പോരായ്മയുണ്ട്. ആനയ്ക്ക് തിന്നാനൊന്നുമില്ല, അതുകൊണ്ട് അവരിങ്ങ് കടന്നു പോനെ. അപ്പോൾ ഇനിയൊന്നും ഇവിടുന്ന് കടത്ത് ഈ മലയുടെ അപ്പുറത്തേക്ക് കടത്തി വിട്ട് കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പുറത്ത് നല്ല ഇത് നിങ്ങൾ നേരത്തെ വസിച്ചുകൊണ്ടിരുന്നു അവിടെ തന്നെയായിരുന്നു. ഇപ്പോൾ എന്താ പറയുക, ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കണമൊന്നുമില്ല. ഞങ്ങളിങ്ങനെ വൈകുന്നേരം വരും, തീയിടും. ഇത് കണ്ടില്ലേ ജനറേറ്റർ ഞങ്ങൾ കൊണ്ടുവന്ന് വെച്ച് വെട്ടവും കാര്യങ്ങളൊക്കെ വലിച്ച് നിൽക്കുക. ഞങ്ങളാണ് ഇപ്പോൾ ഈ ഫെൻസിങ് വലിച്ചേക്കണേ എല്ലാം ഞങ്ങൾ കയ്യിൽ നിന്ന് പൈസ ഇട്ടാണ് പിരിവിട്ട് ചെയ്തേക്കണേ. ASK എന്ന് പറഞ്ഞൊരു സംഘടനയുടെ ഇതിലാണ് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാണെങ്കിലും ഇന്ന് ഇവിടെ തൊട്ട് അത് അപ്പുറത്തേക്ക് മഴ പെയ്താറുണ്ട്. ഇപ്പോൾ രാത്രി പോയി ചകിരി വാരിക്കൊണ്ട് വന്ന് തീയിടുക. എന്ത് ചെയ്യാൻ? ഞങ്ങളിങ്ങനെ എന്നാ ഇതിനൊരു അവസാനം എന്നാന്ന് ഒരു പിടുത്തമില്ല. ആരെങ്കിലും ഒരാൾ ഉദ്യോഗസ്ഥർ സഹകരിക്കണ്ടേ ഇതിനോട്? അവർ ഇങ്ങനെ വരുന്നുണ്ട്. അവർക്കും അതിൻ്റേതായ പരിമിതികളുണ്ടല്ലോ. അവർ താഴെക്കടയുള്ളതല്ലേ. മുകളിൽ നിന്ന് എന്തെങ്കിലും നടപടി വന്നാലല്ലേ അവർക്കും ഇപ്പോൾ എന്തെങ്കിലും ഇടപെടാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം ഞങ്ങൾ. ഇതിനിപ്പോൾ എന്നാ ഒരു അവസാനം ഉണ്ടാവണമെന്ന് മാത്രം അറിയില്ല. ആരെങ്കിലും ഒരാൾ വന്ന് ഇത്ര ദിവസം നിങ്ങൾ നോക്കുമെന്ന് പറഞ്ഞാൽ അതിന് ഞങ്ങൾക്കൊരു ബലം ഉണ്ടായിരുന്നു. 1 മാസം നോക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ 1 മാസം നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ ആരും മഞ്ഞില്ല, ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കണ വരെയില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുക ഞങ്ങൾ. 40 വർഷമായിട്ട് ഇവിടെ ആനയില്ലാത്തൊരു സ്ഥലമായിരുന്നു നമ്മുടെ ചാത്താരം പ്രദേശം. അപ്പോൾ ഇതിപ്പോൾ 4 വർഷമായിട്ട് ആനേനെ കൊണ്ട് വലിയ ശല്യമായി. കൃഷിക്കാർക്കും കർഷകർക്കും ഒക്കെ വലിയ ബുദ്ധിമുട്ടായ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അപ്പം ഞങ്ങളിവിടെ ഈ വാച്ചേഴ്സും ഫോറസ്റ്റുകാരും എല്ലാ ഉദ്യോഗസ്ഥന്മാരും വന്ന് ഇവിടെ വൈകുന്നേരം വന്ന് ഈ റോഡരിയിൽ ഒന്ന് തീയിടും. ഇവിടെ ഈ വൈകുന്നേരം പെൺകുട്ടികളൊക്കെ ഈ ജോലി കഴിഞ്ഞ് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഞങ്ങളൊരു 10-11 മണി വരത്തേക്ക് ഈ റോട്ടിൽ കൂടെ എപ്പോഴും തീയിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഇപ്പം കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പോൾ ഇത് അനുവർത്തിച്ച് വരുവാണ്. അക്കരെ മേഖലയിലാണ് ഇത് തന്നെ സംഭവം നടക്കുന്നത്. ഇതിനു മുമ്പ് നമ്മുടെ 1 മാസം മുന്നേ ഈ നമ്മുടെ അപ്പറേ അൽത്താപ്പ് മരിച്ചിട്ട് അത് ആന കുത്തിക്കൊന്നാണ്. അത് ഇതുപോലെ ഉള്ള പ്രശ്നങ്ങളാണ് ഈ മേഖലയിൽ നടക്കുന്നത്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഒരു കാര്യങ്ങളും നമുക്കുണ്ടായിട്ടില്ല. ഒന്നിൽ ട്രെഞ്ച് താത്തുക, ഫെൻസിങ് ഇട്ടുകൊണ്ട് പ്രയോജനമില്ല. ട്രെഞ്ച് താത്തിങ്ങിലാണ് ഈ കാര്യങ്ങൾ തീരുവാനാവുള്ളൂ. ഇതാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് 1966 72 പട്ടയം കിട്ടിയ സ്ഥലമാണ് ഇവിടെ. ഇത് ഈ പ്ലാന്റേഷനാണിത്, ആനക്കാടല്ല. ഇവരൊക്കെ വിചാരിക്കുന്ന ഈ മുകളിലുള്ള ഉദ്യോഗസ്ഥൻ വിചാരിക്കുന്നത് ഇത് ആനക്കാടാണ്, ഈ ആദിവാസി മേഖല പോലത്തെ ഒരു ആനക്കാടാണ്. ഇതല്ല, പ്ലാന്റേഷൻ ജനവാസ മേഖലയാണ്. ഇവിടെ ആനയ്ക്ക് കഴിയാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഇല്ല, മനസ്സിലായോ? അപ്പോൾ ആനയ്ക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ മുകളിലേക്ക് പോയിട്ട് തീറ്റയില്ല, കുത്തനായ പാറയും ഇറക്കവും കാര്യങ്ങളൊക്കെയാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ പട്ടയം കിട്ടി ഞങ്ങൾ ഇവിടെ കൃഷിയാണ് കൂടുതലും. ഈ കൃഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ കൃഷി ചെയ്ത് ജീവിച്ചു. ഇപ്പോൾ ഈ ആനയും കാട്ടുപന്നിയും കുരങ്ങും ഉള്ളതുകൊണ്ട് നമുക്കിവിടെ കൃഷിക്കുള്ള യാതൊരു സാധ്യതയില്ല. ഇപ്പോൾ എല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ ഈ പട്ടയത്തിലുള്ള മരം മുറിച്ച് കളയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും നടക്കില്ല. കാരണം ഫോറസ്റ്റുകാർ തടഞ്ഞേക്കുക. ഇവിടുന്ന് മരം മുറിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. ഇനി പുറത്ത് പണിക്ക് പോയിട്ട് 10 രൂപ അരി മേടിക്കാൻ വെച്ചാന്ന് വെച്ചാൽ അത് നടക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ റോഡ് മുഴുവൻ ആനയാണ്, പോയാൽ തിരിച്ചു വരാൻ പറ്റുമെന്ന് അറിയില്ല. പിന്നെ സ്കൂൾ ബസ് ഈ അടുത്ത് തന്നെയാണ് നമുക്കൊരു സ്കൂൾ ബസ്സിൻ്റെ അടുത്തേക്ക് ഈ ആന മരം മറിച്ചിട്ടത്. എന്തോ ജസ്റ്റ് 2 മിനിറ്റ് നേരത്തെയാണ് ബസ് വന്നിറങ്ങിയില്ല, ആ ബസ്സിൻ്റെ മുകളിലേക്ക് വീണോണ്ടേനെ.
ആ അവസ്ഥയാണ്. ശരിക്കും ഇവിടെ ഒറ്റപ്പെട്ട പോലെയാണ് ഇവിടെ കിടക്കുന്നത്. ആളുകൾക്ക് ജീവിക്കാൻ യാതൊരു മാർഗ്ഗവുമില്ല. അപ്പോൾ ഫെൻസിങ്ങോ മറ്റുള്ള കാര്യങ്ങളോ അല്ല നമുക്കിവിടെ വേണ്ടത്. ആനേനെ ഇവിടുന്ന് പിടിച്ചുകൊണ്ട് പോകണം. അപ്പോൾ ഞാൻ പറയുന്നത് ഒന്നുമില്ലെങ്കിൽ ആനേനെ പിടിച്ചുകൊണ്ട് പോകുക, അല്ലെങ്കിൽ ഇവിടെ 10,000-2000 വീട്ടുകാരുണ്ട്, അവരെ വെടിവെച്ച് കൊല്ലുക, എന്നിട്ട് ആനേനെ വളർത്തട്ടെ ഇവരുള്ളവർ. അധികാരികൾ നടത്തട്ടെ, നമുക്ക് അതിന് ഞങ്ങൾ സന്നദ്ധ. അല്ലെങ്കിൽ ആനേനെ വെടിവെച്ച് കൊല്ലുക, അല്ലെങ്കിൽ പിടിച്ചുകൊണ്ട് പോവുക. ഈ ഒരു മാർഗ്ഗമേ ഇവിടെ ഉള്ളൂ. ഒരുപാട് ആളുകൾ വന്ന് ഞങ്ങൾ പ്രക്ഷോഭം ഉണ്ടാക്കുമ്പോൾ വന്നിട്ട് പറയും ഇങ്ങനെ എന്നാ ഈ 8 ലക്ഷം 10 ലക്ഷം എന്ന് പറഞ്ഞ് അവരിങ്ങനെ വാഗ്ദാനം ചെയ്തിട്ട് പോയി. ഇന്ന് വരെ 1 രൂപ വരെ ഇതിന് മുടക്കിയിട്ടില്ല. ഈ ആളുകൾ KSA എന്ന് പറഞ്ഞ ASK എന്ന് പറഞ്ഞ സംഘടനയാണ്. അവരാണ് ഈ ഫെൻസിങ്ങും കാര്യങ്ങളും ഇവിടെ മൊത്തം ചെയ്ത് ഈ വയറ് വലിച്ച് ഇതൊക്കെ. ഇപ്പോൾ കണ്ടില്ലേ, ഇത് നിങ്ങൾ വിചാരിക്കേണ്ടത് ഇത് കറണ്ട് തന്നേക്കണമെന്ന്. KSB കറണ്ട് തന്നേക്കണേല്ല. ഇവിടെ ഓരോരുത്തരും പൈസ എടുത്ത് ജനറേറ്റർ വെച്ചിട്ട് ഈ ലൈറ്റ് ഇട്ടേക്കണം. ഇവിടെ മുതൽ ഒരു 1-2 കിലോമീറ്റർ ലൈറ്റ് ഇട്ടേക്കാം ഈ ആളുകൾക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കാവലിരിക്കലാണ്. ഇതിനൊരു ശാശ്വത പരിഹാരം എന്ന് പറഞ്ഞാൽ ആനേനെ ഇവിടെ പിടിച്ചുകൊണ്ട് പോലും മാത്രമേ ഉള്ളൂ. 4 വർഷം ആയി ഈ കാട്ടാന ഇവിടെ വന്നിട്ട്. ആദ്യം പറഞ്ഞ ആൾ തന്നെ ആദ്യം ഒരെണ്ണം വന്നു. അതൊരു 1 വർഷത്തോളം ഇതിലെ കറങ്ങി. പിന്നെ അതിൻ്റെ പുറകെ 9 ലാസ്റ്റ് 14-15 വരെ എത്തിയെന്നാണ് മൊത്തത്തിലെ കണക്ക്. പിന്നെ ഞങ്ങളൊരു യാതൊരു ഗത്യന്തരമില്ലാണ്ടായപ്പോൾ ഒരു ASK എന്ന സംഘടന രൂപീകരിച്ചു. ആ സംഘടനയുടെ കീഴിലാണ് ഇത്ര നാളും ഈ കാര്യങ്ങളെല്ലാം ആൻ റൈഡും കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയത്. അത് കഴിഞ്ഞ ഒരു 2-3 മാസമായി. 3 മാസം മുമ്പ് ഞങ്ങൾ ഫോറസ്റ്റുകാരും എല്ലാ പോലീസും മറ്റെല്ലാ മീഡിയകളും കൂടി അതിനെ റൈഡ് ചെയ്ത് ഈ റോഡിനക്കരെ കയറ്റി. അതിന് ശേഷം ഫെൻസിങ് ഇട്ടു. ഈ ഫെൻസിങ് കുറേ ഭാഗം ഫോറസ്റ്റുകാർ ചെയ്തു, ബാക്കി ഞങ്ങൾ നാട്ടുകാരെ കൂടി പിരിവിട്ട് ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് ഒരു മാസം മുന്നേ കഴിഞ്ഞ 29-ാം തീയതി ഞായറാഴ്ച ഞങ്ങളുടെ എൻ്റെ സഹോദരൻ്റെ മകൻ ആനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടു. അപ്പോൾ ഞങ്ങൾക്കൊരിക്കലും താങ്ങാൻ കഴിയാത്തൊരു ദുരന്തമായിപ്പോയി നാടിന്. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ഇത് വനപാലകർ കാണണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വനപാലൻ്റെ ഉദ്യോഗസ്ഥന്മാരായിട്ടും സർക്കാരിൽ നിന്നും ഞങ്ങൾക്ക് ഇതിന് നീതി കിട്ടിയിരിക്കണം. ഈ നാട്ടിൽ വന്നിരിക്കുന്ന വൻ ദുരന്തത്തിൽ നിന്ന് ഈ നാടിന് മോചനം കിട്ടണം. അതിനിത് കിട്ടുമോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിത് ഇത്ര ആൾക്കാർ ഇവിടെ മെനക്കറുന്നത്. ഡെയിലി ഞങ്ങൾ 100-100 ആളിങ്ങനെ രാത്രിയിലെ മൊത്തത്തിൽ ഏതാണ്ടൊരു 4-5-6 കിലോമീറ്ററിൻ്റെ ഉള്ളിലായിട്ട് ഞങ്ങളൊരു 100-100 ആൾക്കാർ രാത്രി ഇവിടെ ഉണ്ട്. മാറി മാറി ഇങ്ങനെ വരും. ജോലി വരണമല്ലോ, ഇത് മാത്രം പോരല്ലോ മനുഷ്യനക്ക്, അരിപ്രശ്നം നോക്കണമല്ലോ. അപ്പം നേരം വെളുത്ത് ഡ്യൂട്ടിക്കൊക്കെ പോകാനുള്ളവർ അവരനുസരിച്ച് നേരത്തെ പോകും. 10 മണിക്ക് പോകണവരുണ്ട്, 11 മണിക്ക് പോകണവരുണ്ട്, 12 മണിക്ക് പോകണവരുണ്ട്. അപ്പം ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 3-4 പേര് കുറേ ആയിട്ട് ഡെയിലി ഇവിടെ നൈറ്റിൽ ഉള്ളതാണ് മൊത്തം. സംഭവം 3-4 വർഷമായുള്ള ആന വന്നിട്ടില്ല. ഒരാനയായിട്ട് ആദ്യം വന്നു, പിന്നെ കുറേ കുറേ ആളുകൾ വന്നു. അങ്ങനെ ഭീതിയായിട്ട് നിൽക്കുന്നു. ഇവിടെ മനുഷ്യർക്ക് അങ്ങോട്ടും പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം. പിന്നെ ഇങ്ങനെയൊക്കെ അപ്പുറം ഇപ്പുറം ആനയായിട്ട് നിൽക്കുക. ഞങ്ങൾക്ക് ആവശ്യത്തിന് ആനയെ പുറത്തേക്ക് പോകണം. അതാണ് ഞങ്ങൾക്ക് ആവശ്യമുള്ളൂ. ആന ഇവിടുന്ന് ഓടിച്ച് ഞങ്ങളും കയറ്റി വിടുകയാണ്. അതാണ് ഞങ്ങളുടെ ആവശ്യം. ഇപ്പോൾ ഇവിടെ കാട്ടാനയുടെ ശല്യം ഭയങ്കര രൂക്ഷമായിട്ട് കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 10-15 ആനകളുണ്ടായിരുന്നു ഇവിടെ. ഈ ആനകളെല്ലാം ഇവിടുന്ന് ആളുകൾ, ഇവിടെയുള്ള നാട്ടുകാരെല്ലാവരും കൂടെ കൂടി ഇവിടുന്ന് ഓടിച്ച് ഈ റോഡിന് വടക്കേ സൈഡിലേക്ക് കടത്തി വിട്ടതാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അതിന് ഇങ്ങോട്ട് തെക്കോട്ട് കിടക്കാതെ ഇങ്ങനെ ആളുകൾ കാവലുമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഒരു സുപ്രഭാതത്തിൽ ആന ഒരെണ്ണം വീണ്ടും റോഡിന് ക്രോസ് ചെയ്ത് കടന്നുപോയി, ഒറ്റക്കണ്ട ഭാഗത്തേക്ക് കടന്നുപോയി. ബാക്കി ആനകൾ ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. ആളുകൾ ഇവിടെ എല്ലാവരും ഭീതിയോടുകൂടിയാണ് ഇവിടെ നടക്കുന്നതും ജീവിക്കുന്നത് തന്നെ. ഏകദേശം ഇവിടെ ഈ വഴിക്ക് ഇപ്പോൾ ഏകദേശം 10,000 ആൾക്കാരോളം യാത്ര ചെയ്യുന്നുണ്ട് ഈ വഴിക്കൂടെ. അതുപോലെ തന്നെ ഇവിടെ സ്കൂൾ ബസ്സുകൾ പോകുന്ന വഴിയാണ്. ഇവരൊക്കെ പിള്ളേരൊക്കെ പോകുന്നത് വളരെ പേടിച്ച് തന്നെയാണ് ഇതിലെല്ലാവരും പോകുന്നത്. ഏത് സമയത്താണ് ആന എവിടെ നിന്നാണ് വരുന്നതെന്നുള്ളത് അറിയാൻ പാടില്ല. ആ അവസ്ഥയാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഈ താഴത്തെ തോട്ടിലാണ് വെള്ളം കുടിക്കാൻ പറ്റി. വെള്ളം കുടിച്ചിട്ട് കഴിഞ്ഞ ദിവസം ഓർണം ഈ ഫെൻസിങ് ഇട്ട് ഞങ്ങളായിട്ട് ദൈലേ കിടന്നേ ബൈക്ക് സ്കൂട്ടർ ഇരിക്കാണ്ട് തൊട്ട് മുകളിൽ കൂടെ ഇങ്ങനെ കടന്നു പോയി. ഓർണം ഇതിനകത്തുണ്ട് ഓൾറെഡി. ഈ ഫെൻസിങ്ങിൻ്റെ ഇപ്പുറത്ത് കടന്നു പോയിട്ടുണ്ട് ഓർണം. അപ്പോൾ ബാക്കിയുള്ളത് കടന്നു പോകാതിരിക്കാൻ വേണ്ടി ഞങ്ങളിങ്ങനെ കാവലുമായിട്ട് ഇരിക്കുക. ജനറേറ്റർ വാടകയ്ക്ക് എടുത്ത് ഇവിടെ ഫുള്ള് ആളുകൾ, ഈ നാട്ടിലുള്ള ചെറുപ്പക്കാർ ഫുള്ള് വരാൻ പറ്റാത്ത 65 വയസ്സുണ്ടായി.
പ്രായമുള്ള കാരണന്മാര് വരെ പിള്ളേര് കൂടെ പറഞ്ഞാൽ ഞങ്ങൾക്ക് വരുവുണ്ട് ഇവിടെ ജീവിച്ചാൽ ഞങ്ങൾ എന്നും പോടെ അങ്ങോട്ടും ഇങ്ങോട്ടും. അതുകൊണ്ട് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അവിടെ ഫുള്ള് കഴിഞ്ഞിട്ട് ഞങ്ങൾ പണിയിടുന്ന പൈസ കൊണ്ടാണ് ഇതെല്ലാം മേടിച്ച് ജനറേറ്റർ കൊണ്ടുവന്ന് വാടകയ്ക്ക് വെച്ച് ഇത് ചെയ്യണത്. ഈ സർക്കാർ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഈ നാട്ടിലുള്ള. കഴിഞ്ഞ ഒരാഴ്ച ഈ സൈഡിൽ എന്നുള്ള ആനകൾ ഞങ്ങൾ ഈ സൈഡിൽ ഇല്ലായിരുന്നു. പക്ഷേ ഈ 3-4 ദിവസമായിട്ട് ഇപ്പുറം കടന്നിട്ടുണ്ട്. ഇന്നിപ്പോ 2 കടന്നിട്ടുള്ള അറിവുകളുള്ളത്. ഞങ്ങളിപ്പോ ആ റോഡിൽ കൂടെ നമുക്ക് പോകാൻ പറ്റില്ല. പൈങ്ങോട്ട് റോഡിൽ പോകാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾക്ക് ഒരിടത്തേക്ക് പുറത്തേക്ക് നടക്കാൻ പുറത്തേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. പെരിയാറ് നീന്തി കിടന്നാണ് ഒരു 10-14 ആനകൾ ഇവിടെ വന്നത്. ഒരു 40 വർഷത്തോളമായിട്ട് ഇവിടെ ആനയില്ലായിരുന്നു. ഇപ്പോൾ ഒരു 4 വർഷത്തോളമായിട്ടാണ് ഇപ്പോൾ ഈ ആന. ആദ്യം ഒരു ആന വന്നു, പിന്നെ അതിൻ്റെ പുറകെ 2ആയി 3ആയി അങ്ങനെ വന്ന് 14ഓളം ആനകൾ ഇവിടെ വന്നു. അതിവിടെ ഈ നാട്ടുകാരുടെ ശ്രമഫലമായിട്ട് അതിനെ റൈഡ് ചെയ്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുമതിയോടുകൂടി എന്നെ റൈഡ് ചെയ്ത് ഈ വനത്തിലേക്ക് കയറ്റി. അത് കഴിഞ്ഞിട്ട് ഫെൻസിങ് ഇട്ടു. ഫെൻസിങ് ഒരു ശാശ്വതമായ ഒരു പരിഹാരമായിട്ട് തോന്നുന്നില്ല. കാരണം ഒരു ആന ഫെൻസിങ് തകർത്ത് കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതാ അപ്പുറത്തെ കൂപ്പിൽ നിൽക്കുന്നു, ബാക്കിയുള്ള ആനകൾ ഇവിടെ നിൽക്കുന്നു. അതുകൊണ്ട് ഈ ഇവിടുത്തെ യാത്ര ചെയ്ത് പോകുന്ന ആൾക്കാർക്ക് ഭീതിയുണ്ട്. പിന്നെ ഇതിൽ യാത്ര ചെയ്ത് ഒരു 10,000-ഓളം ആളുകൾ പുറത്താണ് എല്ലാവരും പണിക്ക് പോകുന്നത്. പണിക്ക് വിട്ട് വരുമ്പോൾ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഇവിടെ ആൾക്കാർ കാവൽ നിൽക്കുന്നത്. ബാക്കിയുള്ള ആനകൾ ഇങ്ങോട്ട് തകർത്ത് ഈ ഫെൻസിങ് തകർത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഞങ്ങൾ കാവലിരിക്കുന്നത്, തീയും പൂട്ടി കാവലിരിക്കുന്നത്. ഇത് ഈ തൊട്ടടുത്തുള്ള തോട്ടിലെ വെള്ളം പറ്റി കഴിയുമ്പോൾ തന്നെ കയറി പോകുന്ന ഓർത്തുകൊണ്ടാണ് ഈ നിൽക്കുന്നത്. എന്താണെങ്കിലും ഇപ്പോൾ ഈ ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ ആന കയറി പോകാനാണെങ്കിൽ കയറി പോകും. ഇല്ലെങ്കിൽ ബാക്കിയുള്ള ആനകൾ കൂടി ഫെൻസിങ് തകർത്ത് ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ നാട്ടിലെ ജീവിതം വളരെ ദുസ്സഹമായിരിക്കും. ഇവിടെ ഈ കഴിഞ്ഞിടയ്ക്ക് മുള്ളരിങ്ങാട് പോകുന്ന വഴിക്ക് പള്ളിക്കവല എന്ന് പറഞ്ഞൊരു കവയുണ്ട്. അവിടെ ഒരു പയ്യനെ 22 വയസ്സുള്ളൊരു പയ്യനെ ആന കുത്തിക്കൊന്നു. അതിനുശേഷം അവിടെ നിന്ന് ഒരാന ഇങ്ങോട്ട് ചാടിയിട്ടുണ്ട്. അതായത് ഫെൻസിങ് തകർത്ത് ഇങ്ങോട്ട് പോകുന്നു. അതിനുശേഷം ഞങ്ങളിവിടെ അതിർത്തികളിൽ എല്ലായിടത്തോടെയും തീയിട്ട് വെടിയും പൊട്ടിച്ച് ആന എടുക്കാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇതിലൂടെ പോകുന്ന യാത്രക്കാരെ സേഫായിട്ട് പറഞ്ഞു വിടാനും ഞങ്ങളുടെ സാറും കൂടെ എന്ന എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ടുണ്ട്. പക്ഷേ ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള രീതിയിൽ ഒരു നല്ലൊരു ട്രഞ്ച് കാത്തി അതിനായിട്ടുള്ളൊരു സെക്യൂരിറ്റി കാര്യങ്ങളൊന്നും ഇതുവരെ അനുവദിച്ചിട്ടില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആനയെ പേടിച്ച് ഇതിൽക്കൂടെ നടക്കേണ്ട ആവശ്യമില്ല. ഫ്രീ ആയിട്ട് സുഖമായിട്ട് വീട്ടിൽ കൂടെ പോയി യാത്ര ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതുവരെ അനുകൂലമായിട്ടൊരു അനുഭവം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നാട്ടുകാരെല്ലാവരും കൂടി സഹകരണത്തോടെ ഈ തീ കത്തിക്കുന്നു, വെടി പൊട്ടിക്കുന്നു, ആനയെ തുരത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആന അങ്ങനെ ഓടി പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ ആന വിശന്ന് വന്നു. അപ്പുറം ഈ കഴിഞ്ഞ ദിവസം 3 ദിവസം മുമ്പ് അപ്പുറം കോഴി ഫാമിലേക്ക് പോകണ വഴിക്ക് ഒരു പന ഇടിച്ച് മലത്തിയിട്ടേച്ച് അത് തിന്നുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ കോഴി ഫാം നടത്തുന്ന ചേട്ടൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ അതിൽ പോയി. അപ്പോൾ ആനശല്യമുണ്ട്, നല്ല ശല്യമാണ്. നാട്ടുകാരിങ്ങനെ നോക്കിയിട്ടൊന്നും ആന ഓടുമെന്ന് തോന്നുന്നില്ല. കാരണം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇതിന് നല്ലതായിട്ടൊരു എന്തെങ്കിലും നടത്തണം അവർ, എങ്കിലേ ഒരു പ്രതിവിധി ഉണ്ടാവുള്ളൂ. ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു 40-42 കൊല്ലമായിട്ട് ഞങ്ങളുടെ നാട് യാതൊരു കാട്ടാന ശല്യത്തിന് കൊണ്ടൊന്നും ഒരു കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നാടാണ്. ഏതാണ്ട് ഒരു 3 വർഷമായി ഇപ്പോൾ കാട്ടാനകൾ വന്നു തുടങ്ങിയിട്ട്. ആദ്യം ഒരെണ്ണം വന്നു, പിന്നെ 2ആയി 3ആയി, അങ്ങനെ 10-12 ആനയായി. അതിൽ കുറേ എണ്ണമൊക്കെ കയറിപ്പോയി. ഇപ്പോൾ വീണ്ടും ഞങ്ങൾ ഈ ഫെൻസിങ്ങിൻ്റെ ഇവിടെ ഉള്ളിലാക്കിയിട്ട് കുറേ കാവലിക്കാൻ തുടങ്ങിയിട്ട് എന്താണ്ട് ഒരു 60-65 ദിവസമെങ്കിലുമായി. ഇതുവരെ ഇതിനൊരു നടപടിയോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. പോരാത്തതിന് ഞങ്ങളിൽപ്പെട്ടൊരു മോൻ മരണപ്പെടുകയും ചെയ്തു. ഏതാണ്ട് 1 മാസം കഴിഞ്ഞു കാട്ടാനയുടെ ആക്രമണത്തിൽപ്പെട്ട് മരണപ്പെട്ടിട്ട്. ഇതുവരെ വനപാല ഉദ്യോഗസ്ഥരുടെ അടുത്തുനിന്നോ അല്ലെങ്കിൽ സർക്കാരിൽ നിന്നോ ഇതിനൊരു നീതി കിട്ടുമോ, ഈ നാട്ടിൽ വന്നിരിക്കുന്ന ഒരു ദുരന്തത്തിൽ നിന്ന് ഈ നാടിനെ മോചിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഈ ഫെൻസിങ്ങിൻ്റെ ഉള്ളിലൊക്കെയാണ് എപ്പോൾ വേണമെങ്കിലും ഫെൻസിങ്ങിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കിടക്കാതിരിക്കാനാണ് ഞങ്ങൾ ഈ പകൽ ഞാനും തന്നെ ഒരു 52 ദിവസമെങ്കിലും ആയിട്ടുണ്ട് ഒരു പോള കണ്ണ് അടയ്ക്കാതെ. 52 ദിവസമെങ്കിലായിട്ടുണ്ട്. 52 രാത്രി ഞാൻ ഈ നാടിന് വേണ്ടി, ഇപ്പം 52ാമത്തെ ദിവസമാണ് ഞാൻ തന്നെ കഴിയണത് ഈ നാടിന് വേണ്ടിയിട്ട് ഈ ഉറക്കമൊഴിയണത്.
ഈ ഫെൻസിങ്ങിൻ്റെ ഉള്ളിലേക്കാണ് ആന ഫെൻസിങ് പൊളിച്ച് ഇപ്പോൾ ഈ റോഡിലേക്ക് വന്നാൽ ഈ റൂട്ടിലും പോകാൻ പറ്റില്ല. ചാത്തമറ്റം റൂട്ടിലും ഞങ്ങൾക്ക് ആർക്കും ഈ നാട്ടിലുള്ളവർക്ക് കുഞ്ഞടക്കമുള്ള ഒരു വലിയ ആൾക്കാർക്ക് പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, സമാധാനമായിട്ട് നമുക്ക് ഈ വഴിക്കൂടെ യാത്ര ചെയ്യാൻ പറ്റില്ല. എപ്പോൾ വേണമെങ്കിലും ആർക്കും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ആനയാണെങ്കിൽ ഒരു കൊല കഴിഞ്ഞിട്ട് നിൽക്കുന്നു. ഈ കൊല കഴിഞ്ഞിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ ആനയുടെ ഇടം എങ്ങനെയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ബൈക്കിലോ കാറിലോ ഒന്നും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് നമുക്ക്. ഒരു 3 വർഷമായിട്ട് ഇവിടെ രൂക്ഷമായ ആനശല്യം ഉണ്ട്. കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയെ പശുവിനെ മേയ്ക്കാൻ പോയ സമയത്ത് വളരെ ദാരുണമായിട്ടൊരു ആനയുടെ ആക്രമണം മൂലം മരണപ്പെടുകയുണ്ടായി. അതിന് മുമ്പ് തന്നെ ഞങ്ങളിവിടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങളുടെ ജനകീയ സപ്പോർട്ടോടുകൂടി തന്നെ ബഹുമാനപ്പെട്ട കോതമംഗലം DFOയും മുള്ളരിങ്ങാട് റേഞ്ച് ഓഫീസറുടെയും നിർദ്ദേശവും അവരുടെ മേൽനോട്ടത്തിലും ഈ വന്യമൃഗങ്ങളുടെ ശല്യമുള്ള പ്രദേശങ്ങളിൽ രാത്രി പകൽ ഒക്കെ പട്രോളിങ്ങും ഉണ്ടായി. എന്നാലും ദാരുണമായ ഒരു സംഭവമാണ് അത് ഉണ്ടായിട്ടുള്ളത്. എങ്കിലും ഇനി അങ്ങനെ ഒരു സംഭവം ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ കരുതൽ നടപടികളും ആണ് ഞങ്ങൾ ഈ രാത്രിയിലും ഇപ്പോൾ ചെയ്തുകൊണ്ട് ഇത് കണ്ടൊരു 1.5-2 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അടുത്ത സെക്ഷനിൽ ഇതേപോലെയുള്ള നടപടികൾ ഒരു ജനകീയ കൂട്ടായ്മ കൊണ്ട് നല്ലൊരു നടപടികൾ അവരെടുക്കുന്നുണ്ട്, ജനങ്ങൾക്കൊരു ആക്രമണം ഉണ്ടാകാത്ത രീതിക്ക്. നമ്മുടെ ഇവിടെ ഈ കാട്ടാനയുടെ ശല്യം തുടങ്ങിയിട്ട് ഏകദേശം ഒരു 4 വർഷമായിട്ടുണ്ട്. നമുക്ക് ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഈ റോഡിൽ കൂടി സഞ്ചരിക്കാനും. ഒരുപാട് സ്കൂൾ വണ്ടികളൊക്കെ പോകുന്ന ഒരു റോഡാണിത്. നമുക്ക് മുള്ളരിങ്ങാടേക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ടുള്ള 2 വഴിയേ ഉള്ളൂ. ഒന്ന് നമ്മുടെ ചാത്തുവറ്റം മുള്ളരിങ്ങാട് വഴിയും ഇത് തലക്കോട് മുള്ളരിങ്ങാട് വഴി. ഈ വഴിയിൽ കൂടി ആളുകൾ കണ്ടമാനം സഞ്ചരിക്കുമ്പോൾ കാട്ടാനയുടെ ശല്യം ഭയങ്കര രൂക്ഷമായിട്ടുള്ളതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഫെൻസിങ് ഇട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഫെൻസിങ് തകർത്ത ആന ഇപ്പുറത്തേക്ക് കടന്നു പോരുകയാണ് സാധാരണ ചെയ്യുന്നത്. പിന്നെ നമ്മളിതിന് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം സർക്കാരിൻ്റെ ഭാഗത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ട്രെഞ്ച് താത്തോ അങ്ങനെ എന്തെങ്കിലും സംവിധാനങ്ങൾ ചെയ്താലാണ് ഇത് ശാശ്വതമായിട്ട് നിലനിൽക്കുള്ളൂ. നാട്ടുകാർ ഇവിടെ കാവലിരിക്കും. രാത്രി നേരം വെളുക്കുന്നവരെ കാവലിരിക്കും. ആന വരുമ്പോൾ ഗുണ്ടും പൊട്ടിച്ചിട്ട് ആനേനെ ഓടിക്കും, പടക്കം പൊട്ടിച്ചിട്ടൊക്കെ ആനേനെ ഓടിക്കും. ഇങ്ങനെ തീയിട്ടിട്ട ആളുകൾ ഇവിടെ കാവലിരിക്കും, വഴി നീളെ കാവലിരിക്കും. അപ്പോൾ അതിനപ്പുറത്തൊക്കെ മുഴുവൻ ലൈറ്റ് ഇട്ടിട്ട ആളുകൾ കാവലിരിക്കുകയാണ്. ഇവിടെ വേണ്ട 2.5 മാസത്തോളമായി ആന ഇവിടുന്ന് വിട്ട് പോകാതെയായിട്ട് മുള്ളരിങ്ങാട് വരെയായിരുന്നു. മൊത്തം ആന ഇവിടെ വന്നിട്ട് 4 വർഷത്തോളമായി. കഴിഞ്ഞ ഡിസംബർ 29-ാം തീയതി ഒരു കൊച്ചിനെ ആടിനഴിക്കാൻ പോയ കൊച്ചിനെ ആന അവിടെ ചവിട്ടി മരിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ദിവസവും ആൾക്കാർ നമ്മൾ വന്ന് തീയിട്ട് കാവലാണ്. രാത്രി അപ്പടി കാവലാണ്, നേരം വെളുക്കുന്നവരെ പല ഭാഗത്തുനിന്നും വരും. ഇനിയിപ്പോൾ ഓരോ ഇതായിട്ട് തിരിഞ്ഞ് 10 മണിയാകുമ്പോൾ കുറേ പേര് വരും, ഇല്ലാത്തവരും വരും. ഒരു പാർട്ടിക്കാർ ഇതിന് തിരിഞ്ഞോട്ടോ ഒന്നുമില്ല, ഒരു രാഷ്ട്രീയക്കാരും ഇല്ല. അവരവരുടെ മന്ത്രിമാർ വരെ വന്നേച്ച് MLA ഒക്കെ വന്നേച്ച് പറയും എന്തെങ്കിലും ഓഫർ പറഞ്ഞിട്ട് പോകും. ആ കൊച്ചു മരിച്ചതിന് തന്നെ 4 ലക്ഷം എങ്ങാണ്ട് കൊടുത്തേച്ചാൽ ബാക്കി പൈസ കൊടുത്തിട്ടുള്ള ഒന്നുമില്ല, ഒരു തീരുമാനവും. ഇതിപ്പോൾ മഴയൊക്കെ തുടങ്ങുന്നവരെ ഉണ്ടാവുള്ളൂ. അത് കഴിയുമ്പോൾ നമ്മളിവിടെ പോരാൻ ഇപ്പുറത്തേക്ക് ഫെൻസിങ്ങിൻ്റെ ഇതിൽ കടന്നും പോയി. അപ്പോൾ പേടിച്ചിട്ട് നിൽക്കാൻ പറ്റില്ല. ഇപ്പുറത്തേക്ക് പോയത് ഇങ്ങോട്ട് വരുമോ ഇവിടുന്ന് വരുമോ എന്നാന്നൊന്നും നമുക്കറിയില്ല. നമ്മുടെ ആവശ്യം എന്ന് വെച്ചാൽ ഇതിനൊരു ശാശ്വതമായിട്ടൊരു പരിഹാരമാണ്. അല്ലാതെ ഈ ഫെൻസിങ് എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ട്രെഞ്ച് നിർമ്മിക്കുക എന്നായാലും അതിൻ്റെ പണി നാട്ടുകാർ തന്നെ ബാക്കി നോക്കേണ്ട വരും. ട്രെഞ്ച് നിർമ്മിച്ചാൽ നടന്നിട്ട് ആരും നോക്കും. ഇപ്പോൾ ഫെൻസിങ് ഇട്ടിട്ടുണ്ട്, ഇത് നാട്ടുകാർ പിരിവിട്ട് വെച്ചേക്കണേ. അതിൻ്റെ പണിയും ഇത് നോക്കണതും എല്ലാം നാട്ടുകാർ തന്നെ. അങ്ങനെ പോകണം. ഞങ്ങളുടെയൊക്കെ കഷ്ടകാലം എന്നല്ല, പിന്നെ എന്നെ പറയാനാന്നേ, ആരും നോക്കാനുമില്ല പറയാനും. 4 വർഷമായിട്ട് ഇവിടെ ഈ ആന വന്നേക്കണെയാണ്. ആദ്യം ഒരാന വന്നു, പിന്നീട് അത് എണ്ണം കൂടി വന്നപ്പോൾ ഒരു 14ഓളം ആനകൾ വന്നായിരുന്നു. പിന്നെ അത് ഈ വനത്തിൽ നിന്നും ഡ്രൈവ് ചെയ്ത് ഇങ്ങോട്ട് കയറ്റി കഴിഞ്ഞിട്ട് ഫെൻസിങ് പൂർത്തീകരിച്ചെങ്കിലും അത് ശാശ്വതമായിട്ടൊരു പരിഹാരമായില്ല. പിന്നെ അത് ഡബിൾ ഫെൻസിങ് ആക്കിയത് ASK എന്ന് പറഞ്ഞൊരു സംഘടന മുന്നിട്ടിറങ്ങി അവരുടെ കയ്യിൽ നിന്ന് സ്വന്തം പൈസ എടുത്താണ് ഇത് ചെയ്തത്. എന്നിട്ടും ആ ഡബിൾ ഫെൻസിങ്ങും കവർ ചെയ്തിട്ടാണ് ഈ ഒരു ആന ഇങ്ങോട്ട് പോയത്. ഈ ആന ഇങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഇവിടെ ഈ കാവൽ നിൽക്കുന്ന ആൾക്കാർ വളരെ ദുരിതത്തിലായതുകൊണ്ട് വെട്ടമില്ല വെളിച്ചമില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് ആളുകൾ കൂടി പിരിവിട്ടിട്ടാണ് ഇപ്പോൾ ഇന്ന് ഇവിടെ വെട്ടം സ്ഥാപിച്ചത്. ഇന്നിപ്പോൾ വെട്ടം സ്ഥാപിച്ചപ്പോൾ കുറച്ച് ബയറൊന്നും ഒക്കെ തയ്യാറാവുന്നതുകൊണ്ട് ഇതിൽ പരിപാടി നിർത്തി. നാളെ ബാക്കിയുള്ളതോടുകൂടി വെട്ടമിടാനുള്ള സംവിധാനം ചെയ്യും. നമ്മൾ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുന്നു വെച്ചിട്ടുണ്ട്. പിന്നെ ഡീസലൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ സ്വന്തമായിട്ട് കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് അടിക്കുന്നത്. അതിപ്പോൾ ഇത് എത്ര നാളിങ്ങനെ പോകുന്നുള്ളതിനെ പറ്റി ഞങ്ങൾക്കൊരു ആശങ്കയുണ്ട്. ഇത് എത്ര നാളിങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും, ഇത് ഇന്ന് ശരിയാവും, നാളെ ശരിയാവും, മറ്റന്നാൾ ശരിയാവും എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഒരിക്കലും ശരിയാവുന്ന ഒരു
ഇതില്ല. പിന്നെ ഈ തൊട്ടടുത്തൊരു തോട് ഒഴുകുന്നുണ്ട്. ആ തോട്ടിലെ വെള്ളം തീരുമ്പോൾ ഈ ആന കയറിപ്പോകുന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തിലാണ് ഞങ്ങളിപ്പോൾ ഇതിന് മുന്നിട്ടിറങ്ങിയത്. ഇനി അതിലും നമ്മൾ പരാജയപ്പെട്ടാൽ നമ്മൾ വീട്ടിൽ കയറി ഇറങ്ങുള്ളൂ, അതല്ലാതെ വേറൊരു മാർഗ്ഗം ഇതിനകത്തില്ല. സാധാരണക്കാരായ ഈ ജനങ്ങൾ പകൽ ജോലിക്കൊക്കെ പോയതിനു ശേഷമാണ് രാത്രിയുള്ള ഇവരുടെ ഈ കരുതൽ. ഇനിയൊരു ജീവൻ കൂടി കാട്ടാനക്കലിയിൽ പൊലിയരുതെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇവർ ഇങ്ങനെ കാവലിരിക്കുന്നത്. പക്ഷേ ഈ കാവൽ എത്ര നാൾ തുടരും എന്നതിൽ മാത്രമാണ് ഇവർക്കുള്ള ആശങ്ക. അടിയന്തരമായി വനം വകുപ്പ് മന്ത്രിയും ഉദ്യോഗസ്ഥരുമടക്കം ഇടപെട്ട് ഇവരുടെ ഈ ആശങ്കയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് മാത്രമാണ് ഈ പ്രദേശവാസികളുടെ ആവശ്യം.